നമസ്കാരം. പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ കുതിച്ചുയർന്നത് ഒരു മിസൈൽ മാത്രമായിരുന്നില്ല, ലോകശക്തികളുടെ ആശങ്കയും കൂടിയായിരുന്നു. അമേരിക്കയും സഖ്യരാജ്യങ്ങളും ആശങ്കയോടെ നിരീക്ഷിക്കുന്ന ഇൻഡോ പസഫിക്കിൽ വീണ്ടും ശക്തി പ്രകടനം നടത്തി ചൈന. ഇത് വെറും സൈനിക പരിശീലനമാണോ, അതോ ലോകത്തോടുള്ള ചൈനയുടെ പുതിയ മുന്നറിയിപ്പോ വെല്ലുവിളിയോ? മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്ന കാലത്ത് ചൈനയുടെ പുതിയ മിസൈൽ പരീക്ഷണം ആഗോള സുരക്ഷാ രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുകയാണ്. പസഫിക് സമുദ്രത്തിലേക്ക് ചൈന അത്യാധുനിക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിൽ ഒന്നായി മാറാനുള്ള ശ്രമം തുടരുന്ന ചൈന പസഫിക് സമുദ്രത്തിലേക്ക് ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയതോടെ ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. ആണവ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്ന ഈ മിസൈൽ പരീക്ഷണം ചൈനയുടെ തന്ത്രപ്രധാനമായ സൈനിക ശേഷിയുടെ പ്രകടനമായാണ് പല രാജ്യങ്ങളും വിലയിരുത്തുന്നത്. അമേരിക്കയുടെ പ്രധാന ഭൂപ്രദേശത്തെ പോലും നേരിട്ട് ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ പരീക്ഷണം ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക നവീകരണത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് ചൈന അന്താരാഷ്ട്ര ജലമേഖലയിലേക്ക് ഇത്തരമൊരു മിസൈൽ വിക്ഷേപിക്കുന്നത്. ചൈനയെ തങ്ങളുടെ പ്രധാന എതിരാളിയായി കാണുന്ന അമേരിക്ക ഈ നീക്കത്തെ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആണവ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ദക്ഷിണ പസഫിക് രാജ്യമായ സോളമൻ ദ്വീപുകൾക്ക് സമീപമാണ് പതിച്ചതെന്ന് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ അപകടകരമായ രീതിയിൽ സമുദ്രത്തിൽ നിന്നും ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ പരീക്ഷണമെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ ആണവായുധ ശേഷി കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. തങ്ങളുടെ സമുദ്ര അതിർത്തിക്ക് സമീപം നിന്നുകൊണ്ട് തന്നെ അമേരിക്കയുടെ വൻകരകളെ ലക്ഷ്യമിടാൻ ചൈനീസ് നാവികസേന പ്രാപ്തമാണെന്ന് ഈ നീക്കത്തിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ സാധിച്ചതായാണ് ചൈന വ്യക്തമാക്കുന്നത്. ചൈനയുടെ ഈ നീക്കത്തിനെതിരെ അമേരിക്ക പ്രതിഷേധിച്ചു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ ആണവ വ്യാപനം തടയാൻ ശ്രമിക്കുമ്പോൾ ചൈന അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിക്കോട്ട് ആരോപിച്ചു. ഓസ്ട്രേലിയയും ജപ്പാനും ഈ പരീക്ഷണത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മേഖലയുടെ സ്ഥിരതയ്ക്ക് ഈ നടപടി തിരിച്ചടിയാകുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രി പെന്നി വോങ് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത് ചൈനയുടെ വാർഷിക സൈനിക പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഒരു സാധാരണ നടപടി മാത്രമാണെന്ന് ചൈനീസ് നാവികസേനാ വക്താവ് വാങ് ഷുമങ് പ്രതികരിച്ചു. ബന്ധപ്പെട്ട രാജ്യങ്ങളെ പരീക്ഷണത്തിന് മുൻകൂട്ടി വിവരം അറിയിച്ചിരുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും വിക്ഷേപണത്തിന് 2 മണിക്കൂർ മുൻപ് വിവരം ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ചൈനയുടെ സഖ്യകക്ഷിയായ റഷ്യ ഈ നീക്കത്തെ പിന്തുണച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മിസൈൽ പരീക്ഷണം നടത്തുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരമാണെന്നും ചൈന ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല എന്നുമാണ് റഷ്യയുടെ നിലപാട്. പസഫിക് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയും അമേരിക്കയും തമ്മിലുള്ള മത്സരം ഇതോടെ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആണവായുധങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിപ്പിക്കുകയും എന്നാൽ അവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്ന ചൈനയുടെ രീതി ആഗോള സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. ഈ മിസൈൽ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശവും ചർച്ചയാവുകയാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ മത്സരം, തൈവാൻ വിഷയത്തിലെ സംഘർഷം, ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങൾ, ഇൻഡോ പസഫിക്കിൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ സൈനിക സഹകരണം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഈ പരീക്ഷണം നടന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കേതിക പരീക്ഷണം മാത്രമല്ല, ചൈനയുടെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമായും വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണം ആഗോള സുരക്ഷാ സംവിധാനത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഒരു തെറ്റായ കണക്കുകൂട്ടലോ ആശയവിനിമയത്തിലെ ഒരു പിഴവോ പോലും വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് നയിക്കാമെന്ന ആശങ്കയാണ് സുരക്ഷാ വിദഗ്ധർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ പുതിയ നീക്കം ഒരു മിസൈൽ പരീക്ഷണത്തിന്റെ വാർത്തയിൽ ഒതുങ്ങുന്നില്ല. ലോകശക്തികൾ തമ്മിലുള്ള ആയുധ മത്സരം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന കടുത്ത ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്.